ഹലോ ഗൈസ്, സോനു സെഹവൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ പല്ലിന് ക്ലിപ്പിട്ടാൽ ക്ലിപ്പ് ഊരിക്കഴിഞ്ഞാൽ മോണ കാണുന്നുണ്ട് ചിരിക്കുമ്പോൾ എന്നുള്ളൊരു പരാതി കുറേ പേഷ്യൻറ്റിനുണ്ട്. ചില ആൾക്കാരിനോട് പറഞ്ഞിട്ടുണ്ട്, കുറേ ആൾക്കാരത് ഞാൻ കണ്ടിട്ടുണ്ട്. ചിലവർക്കത് പറ്റ ബോറായിട്ട് തോന്നണുണ്ട്. അപ്പോൾ സർജറി അല്ലാതെ തന്നെ ഇതിന് പുതിയ ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അത് കുറേ പേർക്ക് അറിയില്ല. ഞങ്ങളെ ക്ലിനിക്കിൽ അത് ഈ ട്രീറ്റ്മെൻറ്റ് നടക്കുന്നുണ്ട്. ഈ ദീപക് സാറാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ഡോക്ടറോടനെ ഇതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്കും കൂടി അറിയാൻ വേണ്ടിയിട്ടാണ്, മിസ് ചെയ്യാതെ കാണണം കേട്ടോ. എൻ്റെ പല്ലിൻ്റെ ക്ലിപ്പ് ഏകദേശം ഊരാനായിട്ടോ. അപ്പം എൻ്റെ പല്ലൊന്ന് ചെരിഞ്ഞ് കിടക്കുന്നുണ്ട്. അതിനൊന്ന് നിവർത്താൻ വേണ്ടിയിട്ടൊരു ടാഡ് ഇടുന്നുണ്ട്, ഒരു സ്ക്രൂ. അതിനു വേണ്ടി ഇഞ്ചക്ഷൻ വെക്കാൻ പോവാണ് ഞാൻ. സ്പ്രേ അടിച്ചിട്ട് ചെയ്താൽ മതി സാർ. വേദനിപ്പിക്കരുത് കേട്ടോ. വേദന ചെറിയൊരു വേദന ഉണ്ടാവുള്ളൂ. ഇഞ്ചക്ഷൻ അടിക്കുന്നതിന്റെ ഉറുമ്പടിക്കുന്നതിന്റെ വേദന അത് വേണ്ട സാർ. ഉറുമ്പടിക്കുന്ന വേദന സ്പ്രേ അടിക്കാം. എന്നാ പിന്നെ നമുക്ക് സൂചി അടിക്കുന്നത് അല്ലാതെ ഈ പല്ലിന്റെ ഇവിടെ മാത്രമാണോ അടിക്കുന്നത്? അല്ലല്ല, ഫുൾ ഭാഗം ധരിപ്പിക്കണം ഇവിടെ മൊത്തം. ഞാനെന്താ വെച്ചാ കേട്ടോ, വലിയ വായ തുറക്കടക്കുക ചെയ്ത് കുത്താണ് പറയുമ്പോ ടെൻഷൻ അല്ലേ, അതാണ്. അത്രേ ഉള്ളൂ. തരിച്ചു ചേച്ചി, തയ്ച്ചു. ഈ സൈഡ് ഫുള്ള് തരിപ്പ് തോന്നില്ലേ? ചുണ്ടിന്റെ ഇവിടെ, നാവിന്റെ സൈഡ്. ഓക്കെ, ആ തുറന്നു. നമ്മളെ ഈ ചേച്ചിയുടെ ഈ പല്ല് ചെരിഞ്ഞിട്ടാവുള്ള അകത്തേക്ക്, അതിനെ പൊക്കി കൊണ്ടുവരാനാണ് നമ്മളിന്ന് ചെറിയൊരു സ്ക്രൂ പോലത്തെ സാധനം നമ്മളിവിടെ വെക്കുന്നുണ്ട് കേട്ടോ. അതിനെ ടാഡ് എന്നാ പറയാ. കാരണം ചേച്ചിക്ക് പുറകില് പല്ലില്ല, ഈ പല്ല് മാത്രമേ ഉള്ളൂ. അപ്പോ പുറകിൽ പല്ലുണ്ടായിരുന്നെങ്കിൽ അതിന്റെ സപ്പോർട്ട് നമുക്ക് ഇത് പൊക്കായിരുന്നു. പക്ഷെ ഇപ്പൊ വേറെ പല്ലില്ലാത്ത സ്ഥിതിക്ക് നമുക്ക് ഇവിടെ ഒരു ചെറിയ സ്ക്രൂ വെച്ചിട്ട് എലാസ്റ്റിക് സെറ്റ് ചെയ്ത് പൊക്കി എടുക്കുക ചെയ്യാം. അപ്പോഴേ ഈ ടാഡ് വെച്ചിട്ട് എന്താ പറയാ, മോണ കാണാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ടാഡ് വെച്ചിട്ട്, അതായത് നമ്മള് കുറച്ചാണ് മുന്നേ വരെ ഈ ചിരിക്കുമ്പം ചില കുട്ടികൾക്ക് കണ്ടിട്ടില്ലേ, മോണ അധികം കാണും. അതെ അതെ. അപ്പൊ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ചു കാലം മുന്നേ വരെ സർജറി മാത്രമേ അതിന് ഓപ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം നമ്മള് ക്ലിപ്പിന്റെ ഓർത്തോയിൽ പുതിയ വന്ന കുറച്ച് കാര്യങ്ങളാണ്. അതിലൊന്നാണ് ഈ ടാഡ് എന്ന് പറയുന്നത്. ടാഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് പറഞ്ഞാല് പറഞ്ഞുതരാം കേട്ടോ. അതെ, അപ്പൊ നമ്മൾ ഇങ്ങനെ ഇറങ്ങിയിരിക്കാന്ന് വിചാരിച്ചോ. അപ്പൊ നമ്മള് ഈ ഭാഗത്തേക്ക് നമ്മൾ പുറകോട്ട് വലിക്കാൻ പല്ലിന്റെ സപ്പോർട്ടിൽ വലിക്കുക. പക്ഷെ ഈ മോണ ഇറങ്ങിയ ആൾക്കാർക്ക് ഇങ്ങനെയും കൂടെ പോകണം പല്ല്, മനസ്സിലായോ? അങ്ങനെ പോകാൻ വേണ്ടി നമ്മൾ ചെറിയ സ്ക്രൂ പോലത്തെ സാധനം എല്ലിലേക്ക് ഇറക്കി വെക്കും. അതിനാണ് ടാഡ് എന്ന് പറയുന്നത്. അത് ചിലപ്പോ ചില കേസിൽ 3 എണ്ണം, ചില കേസിൽ 4 എണ്ണം വേണ്ടി വരാം. വെക്കുന്നത് നമ്മൾ ഒരെണ്ണം ഇവിടെ പുറകില്, ഒരെണ്ണം സെന്റർ ആയിട്ട്, ഒരെണ്ണം സെയിം ഓപ്പോസിറ്റ് സൈഡ് ഇവിടെ വെക്കും. അങ്ങനെ ഒന്നെങ്കിൽ 3, ചില കേസിൽ സെന്ററിൽ 2 എണ്ണം വെക്കലുണ്ട്. അത് കേസിന് മുകളിൽ ഡിപ്പെൻഡ് ചെയ്യും. അപ്പൊ എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ പല്ല് പുറകോട്ട് വലിയുന്നതിന്റെ കൂടെ തന്നെ മുകളിലേക്കും വലിയും. ഇപ്പൊ ചിരിക്കുമ്പോൾ മോണ കാണുന്ന പ്രശ്നം കുറെ അധികം മാറി കിട്ടും നമുക്ക്, മനസ്സിലായോ? അതാണ് മെയിൻ യൂസ് ചെയ്യുന്നത് ടാഡിന്റെ. അതല്ലാതെ ഇതേപോലെ ചില കേസിൽ പല്ല് വല്ലാണ്ട് ചെരിഞ്ഞു പോകുന്ന കേസുകൾ അതിന് യൂസ് ചെയ്യും. ചില കേസിൽ താടിയിൽ വല്ലാണ്ട് മുന്നോട്ടുള്ള കേസിൽ പണ്ടൊക്കെ അതിന് സർജറി മാത്രമേ ഓപ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ടാഡ് ഒക്കെ വെച്ചിട്ട് കുറെ ലെവൽ വരെ അതും കൂടെ നമുക്ക് കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ സർജറി കുറെയൊക്കെ നമുക്ക് ഒഴിവാക്കിയിട്ട് ക്ലിപ്പും ഈ ടാഡിന്റെ ഹെൽപ്പിൽ കുറെ കേസ് നമ്മളുടെ പരിധിയിൽ, ക്ലിപ്പിന്റെ പരിധിയിലേക്ക് കൊണ്ടുവരാൻ കഴിയും. അതാണ് അതിന്റെ ഒരു അഡ്വാൻറ്റേജ് കേട്ടോ. ഞാൻ ചോദിച്ചിട്ടുണ്ടാ സാർ, കുറെ ആൾക്കാരെ ക്ലിപ്പിട്ട് കണ്ടിട്ട് നിങ്ങളെ മോണ കാണുന്നില്ലല്ലോ, എന്താ ഞങ്ങളൊക്കെ മോണ കണ്ടില്ല, ഇങ്ങനെ നല്ലോണം കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞ സർജറി അല്ലാത്ത ട്രീറ്റ്മെന്റ് ഇതിനുണ്ട്, പക്ഷെ എനിക്ക് ശരിക്കും പറഞ്ഞു കൊടുക്കാൻ അറിയില്ല. അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളെ ക്ലിനിക്കിൽ ഇങ്ങനെ ചെയ്യാറുണ്ട്, ഡോക്ടറോടെ ഞാൻ ചോദിച്ചിട്ട് പറയാന്ന് പറഞ്ഞു. അപ്പൊ എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, അപ്പൊ അതിൽക്കൂടെ കാണുന്നവർ മനസ്സിലാക്കിക്കോട്ടെ എന്ന് വെച്ചാൽ അത് എല്ലാവരും അറിയാൻ വേണ്ടിയാണ് നമ്മളിത് ഇപ്പൊ ചേച്ചിയുടെ കേസ് നമ്മളിങ്ങനെ യൂട്യൂബിൽ ഇത് ഇടുന്നത് തന്നെ. എല്ലാവർക്കും ഒരു അതിനെ കുറിച്ച് ഒരു ധാരണ കിട്ടാൻ വേണ്ടി കേട്ടോ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോ തുടങ്ങല്ലേ. ഇനി വേദനിക്കില്ല കേട്ടോ.
നമുക്ക് ആദ്യം ഈ പല്ലിന്റെ അകത്ത് ഒരു മുത്ത് ഒട്ടിക്കാനുണ്ട്, ഒരു ചെറിയ സാധനം ഒട്ടിക്കാനുണ്ട്. അതിൽ നിന്നാണ് നമ്മൾ എലാസ്റ്റിക്സ് ഇങ്ങോട്ട് വലിച്ചിടുക കേട്ടോ. അത് ആദ്യം ഒട്ടിച്ചു തുടങ്ങാം നമുക്ക് കേട്ടോ. കേട്ടോ, ഈ ഒരു ചെറിയ സ്ക്രൂ ആയിരിക്കും നമ്മൾ ബോണിലേക്ക് ഇറക്കി വെക്കുക. പെയിൻ ഉണ്ടല്ലോ ചേച്ചി? പെയിൻ ഉണ്ടെങ്കിൽ പറയണേ. വല്ലാണ്ട് ഇത് ചെയ്യണം, ചെറുതായിട്ട് അടച്ചു ക്ലോസ് ചെയ്തു. കഴിഞ്ഞു. നമ്മൾ വെച്ച് കഴിഞ്ഞു കേട്ടോ ചേച്ചി. നമ്മൾ ഇതിന് ഒരു റബ്ബർ എലാസ്റ്റിക്സ് ഇട്ടിട്ട് ഈ പല്ലിലേക്ക് ഇങ്ങോട്ടൊരു ഫോഴ്സ് കൊടുക്കാൻ പോവാ കേട്ടോ. നമ്മള് അവിടുന്ന് ഒരു ഫോഴ്സ് എടുത്ത് ഇങ്ങോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ചേച്ചി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഇതിന്റെ മുകളിലേക്ക്, ഈ പല്ലിന്റെ മുകളിലേക്ക് അധികം കടിക്കാണ്ട് നോക്കണേ, ശ്രദ്ധിക്കണം കേട്ടോ. ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോ ഇപ്പൊ? ഓക്കെ, ഇത് ഈ പല്ലും കൂടെ നമുക്ക് ഇങ്ങോട്ട് പൊങ്ങി വന്നു കഴിഞ്ഞാൽ ചേച്ചിയുടെ ക്ലിപ്പ് നമുക്ക് ഊരാം. എന്നിട്ട് ഇവിടെ മിസ്സിംഗ് ഉള്ള ചേച്ചിയുടെ പല്ല് കുറെ മുന്നേ പോയിരുന്നല്ലോ, അവിടെ പല്ല് വെക്കുന്നത് പ്ലാൻ ചെയ്യാം നമുക്ക് കേട്ടോ. അവിടെ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കണം ചേച്ചി. ഓക്കെ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടല്ലോ അല്ലേ? ഇത് ചെയ്യുമ്പോൾ വേദനയൊന്നും ഉണ്ടാവില്ല കേട്ടോ. വേദനിക്കാതിരിക്കാൻ നമ്മൾ തരിപ്പിക്കും, പിന്നെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഇത് സ്ക്രൂ ഇറക്കുന്നതിൻ്റെ ബലം മാത്രമേ തോന്നുള്ളൂ, വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇനി ക്ലിപ്പ് ഇടുന്നതിൻ്റെ മുന്നേ തന്നെ മോണ കാണുന്നില്ല സംശയമൊക്കെ ഉണ്ടെങ്കിൽ ഡോക്ടറോട് അങ്ങോട്ട് ചോദിക്കണം. നിങ്ങൾക്ക് അങ്ങനെ ചോദിക്കാൻ വേണ്ടി, അത് ആദ്യം മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഡോക്ടറോട് തന്നെ ചോദിച്ച് നിങ്ങൾക്കും കൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ നമ്മളെ ക്ലിനിക്കിലേക്ക് വരാൻ പറ്റാത്ത പേഷ്യൻ്റ് ആണെങ്കിൽ വേറെ ക്ലിനിക്കിലാണെങ്കിലും വേറെ ഡോക്ടറെ കാണുകയാണെങ്കിലും അങ്ങോട്ട് ഈ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് ചോദിച്ച് അത് ചെയ്യണം. ഇനി ചിരിക്കുമ്പോൾ മോണം കാണുന്ന പ്രശ്നം കൂടുതൽ നമ്മൾക്ക് ഈ ടാഡിലൂടെ മാറ്റാൻ പറ്റും കേട്ടോ. സർജറി അല്ലാതെ തന്നെ റെഡിയാക്കാൻ പറ്റും. അത് ഡോക്ടറെ കാണിച്ച് ഡോക്ടർ കണ്ടാലേ മനസ്സിലാവുള്ളൂ സർജറി അല്ലാതെ ഈ ടാഡ് ഇട്ടാണ്ട് ശരിയാക്കാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും കാണണം. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് പറയാനുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സ് കൂടെ അറിയിക്കണം. എന്നാൽ ഓക്കെ, അടുത്ത വീഡിയോ കാണുന്നവരെ ബായ്.